ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്ന് WCC പ്രതിനിധികൾ കണ്ടത്. ആ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ചർച്ചയാണെന്ന് നമുക്ക് WCC പ്രതിനിധികളോട് തന്നെ സംസാരിക്കാം. ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ അന്ന് ആ WCCയും സർക്കാരുമായിട്ടുള്ള സംഭാഷണം ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. പലതവണ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ 4 വർഷവും 7 മാസത്തിനിടയിലും പല അത്തരം ശ്രമങ്ങളും നടത്തുമായിരുന്നു. പക്ഷെ ഒന്നും ഫ്രൂട്ട്ഫുൾ ആയില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് തന്നെ മീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കാനുള്ള കാരണം ഇന്നലെ കോടതി വിധി വന്നതിന് ശേഷം നമുക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് കൂടി വരുന്നുണ്ടായിരുന്നു. കാരണം അത് ആക്ച്വലി ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടുമായിട്ട് ബന്ധമുള്ള അതിന് ബന്ധപ്പെടുത്തി അല്ല SIT രൂപീകരിച്ചതെങ്കിലും നമുക്കറിയായിരുന്നു അതിൽ മൊഴി കൊടുത്ത പലരും ഇതിനകത്തും ഉണ്ടായിരുന്നു. പിന്നെ എന്ന് മാത്രമല്ല അങ്ങനെയൊക്കെയുള്ള തുറന്നു പറച്ചിലുകൾക്ക് ഒരു മീറ്റു പോലെയുള്ള തുറന്നു പറച്ചിലുകൾക്ക് അതല്ലാത്ത പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ FIRന്ന് നിർബന്ധിക്കുകയോ അങ്ങനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് അവരുടെ മൊഴികൾ വീഡിയോഗ്രാഫ് ചെയ്യപ്പെടുക അങ്ങനെയൊക്കെ ഉള്ളത് അവരുടെ കൺസേൺ ആണ്. അത് ഞങ്ങളുടെയും കൺസേൺ ആണ്. കാരണം അത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത ആൾക്കാരുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഒരു പഠന റിപ്പോർട്ടിന് ആവശ്യാർത്ഥം അവർ പറയുന്നത്. അല്ലെങ്കിൽ അവരൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലാവുമായിരുന്നു പോവുക. അവർക്ക് അറിയാമായിരുന്നു ഇവിടെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. അവരത് സ്വീകരിക്കാതിരുന്നത് ഒരു പഠന റിപ്പോർട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും ഇനി അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തുമ്പോൾ അത് ഒരു നിയമപരമായ നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്, FIRലേക്ക്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ WCC അംഗങ്ങൾക്ക്? സ്വകാര്യത പുറത്തു വരുമെന്നോ? കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃത്യമായി ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യത കൃത്യമായി അവിടെ ഉറപ്പുവരുത്തണമെന്ന്. അങ്ങനെയുള്ള ആശങ്ക കൂടി മുഖ്യമന്ത്രിയോട് പങ്കുവച്ചു. നിയമപരമായിട്ടുള്ള ബാധ്യത മറ്റെല്ലാ പൗരന്മാരെയും പോലെ WCC അംഗങ്ങൾക്കും അതിനെപ്പറ്റി നല്ല തികഞ്ഞ ബോധ്യമുണ്ട്. അതിനകത്തുള്ള കൺസേൺ എന്താണ് എന്ന് വെച്ചാൽ അവിടെ മൊഴി കൊടുക്കുമ്പം ഒരു കരാറിൻ്റെ മേലെയാണ് അവിടെ മൊഴി കൊടുത്തിട്ടുള്ളത്. ആ കരാറ് അവരുടെ ഈ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിന് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ്റെ ആക്ട് പ്രകാരം നമ്മൾ ഓരോ തവണയും WCC ഈ കാര്യങ്ങൾ പുറത്തു വരണം എന്ന് പറയുമ്പം പറയേണ്ടതില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇവരുടെയൊക്കെ സ്വകാര്യത സംരക്ഷിക്കപ്പെടും എന്ന്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല, കാരണം അതാണല്ലോ നാട്ടിലെ നിയമം. പക്ഷെ അതല്ലാതെ അതിൽ മൊഴി കൊടുത്തവരുടെ FIRൻ്റെ മേലെയുള്ള നിർബന്ധിക്കലോ അല്ലെങ്കിൽ മൊഴി എടുക്കുന്ന രീതി വീഡിയോഗ്രാഫി ചെയ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മൊഴി കൊടുത്തവർക്ക് അസ്വസ്ഥ്യം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അവരെയാണ് ആദ്യം പ്രാഥമികമായിട്ട് പരിഗണിക്കേണ്ടത് എന്നതാണ് WCC ആവശ്യപ്പെട്ടത്. അവിടെ മൊഴി കൊടുത്തവർ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയിൽ പോയിട്ട് മൊഴി കൊടുത്തവർ ഇത്തരം ലീഗലായിട്ടുള്ള നടപടിക്ക് പോകാൻ താല്പര്യമുള്ളവർ മാത്രം സർക്കാരിൻ്റെ സഹായത്തോടെ പോവുക. അല്ലാത്തവരോട് നേരത്തെ പറഞ്ഞ കരാറിൽ സർക്കാർ നമുക്ക് തന്ന വാക്കിൽ ഉറച്ചു. മുഖ്യമന്ത്രിയാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് പോയതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കൂടെ ഉണ്ടായിരുന്ന അതേ ആൾക്കാരാണ് ഇത്തവണയും അതിനോടൊപ്പം നിന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഉറപ്പു നൽകിയോ? മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിൽ വേറെ കാര്യങ്ങൾ കൂടെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ സർവൈവേഴ്സായിട്ട് വരുന്ന സ്ത്രീകൾക്ക് നിയമപരമായിട്ടുള്ള സപ്പോർട്ടോ സൈക്കോളജിക്കലായിട്ടുള്ള സപ്പോർട്ടോ കൗൺസിലിംഗ് ഒക്കെ വേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങളിലൊക്കെ അതിനെപ്പറ്റി പറയുമ്പോൾ അത് വളരെ റിസപ്റ്റീവായിട്ടാണ് നമുക്ക് തോന്നിയത്. അത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പോഴും നടക്കാതെ കിടക്കുന്ന, അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന മറ്റു കുറേ ടേംസ് ഓഫ് റെഫറൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നിവർത്തിക്കേണ്ടതുണ്ട്. അത് അധികം കാലതാമസമില്ലാതെ നടക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ വാസ്തവത്തിൽ അത് അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിലല്ല. അതായത് അവരല്ല അത് ഡിസൈഡ് ചെയ്യേണ്ടത്. SIT ഒരു അന്വേഷണ ഒരു ആ ഇൻസ്ട്രുമെൻ്റാണ്. അതിൻ്റെ തീരുമാനങ്ങൾ അവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്. കാരണം SITയുടെ ടേംസ് ഓഫ് റെഫറൻസ് ഇതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും സുതാര്യമല്ല. ഇത് എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്ത്രീ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെ പറ്റി അവർക്ക് തന്നെ ഒരു ധാരണയില്ല. അപ്പോൾ അത്തരം ക്ലാരിഫിക്കേഷൻ ആ സ്ത്രീക്ക് തന്നെ കൊടുക്കണം. അവരെ നമ്മൾ അതിൻ്റെ ആ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് WCCക്ക് അതിലുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത സ്ത്രീകളുടെയൊക്കെ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്വകാര്യത അതിൽ ഈ മൊഴി നൽകിയവർ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർ, അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടും അല്ലെങ്കിൽ അതിനപ്പുറം
അപ്പുറത്തേക്ക് ഈ നിലവിലുള്ള അന്വേഷണ സംഘം അത് അവരെ ബന്ധപ്പെടുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആശയവിനിമയം നടത്തണം എന്നതടക്കമാകും WCC ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം 18 വയസ്സിന് മേലെ പ്രായമുള്ള അവിടെ മൊഴി കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് വേണമോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുള്ളതാണ്. എന്ന് മാത്രമല്ല, അവരുടെ പേരുകൾ പുറത്തു വരരുത് എന്നല്ല അവർ നേരത്തെ പറഞ്ഞിരുന്നത്. അവരിലേക്ക് പോയിൻറ്റേഴ്സായിട്ട് സൂചിപ്പിക്കുന്ന തരം ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും ഇതിനകത്ത് റിഡാക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നേരത്തെ ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മളതിന് ഇതിലൊരു കോൺഫ്ലിക്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുക ചെയ്യുന്നത്. പ്രൈവസിക്ക്, അവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന രീതിയിലുള്ള ഒരു ആക്ഷനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് പറയാനാണ് പോയത്. മൊഴി നൽകിയവരിൽ ചിലരെങ്കിലും ഒരുപക്ഷെ നിയമ നടപടി നടത്താമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒപ്പം WCC ഉറച്ചു നിൽക്കും. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് മുഖ്യമന്ത്രിനെ കാണുന്നത് തന്നെ. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് നിർദ്ദേശങ്ങൾ കൂടിയുണ്ടല്ലോ. ഈ തൊഴിൽ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട് വലിയ നിർദ്ദേശങ്ങളുമുണ്ട്. ഒന്ന്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗികമായ പകർപ്പ് 19-നാണ് പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് വളരെ വിശദമായി പഠിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് WCC. ആ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് അതിക്രമങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള മറ്റു തൊഴിൽ സുരക്ഷിതത്വം കൂടെ പരിഹാരം കാണേണ്ട കാര്യങ്ങൾ കൂടെ നിർദ്ദേശത്തിലുണ്ടോ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച? തീർച്ചയായിട്ടും. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ നമുക്കറിയാമല്ലോ 200 കൂടുതൽ പേജുകൾ ഉള്ളിടത്ത് പലതും നമുക്ക് മനസ്സിലാവുന്നത് കുറേ അധികം റെക്കമെൻഡേഷൻസ് ഇങ്ങനെ കുറേ അധികം പേജുകളിലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടൂർ കമ്മിറ്റി റിപ്പോർട്ട്, നേരത്തെ വന്നിട്ടുള്ള അടൂർ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള WCC ഒരു 5 ഇൻഡസ്ട്രീസിനെ ബേസ് ചെയ്തിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും പ്ലസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇത് 3ഉം കൂടി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴുള്ള നിർദ്ദേശങ്ങൾ അത് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ് എന്തൊക്കെ ഏറ്റെടുത്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ICകൾ എങ്ങനെയാണ് ഈ ICകളെ കുറച്ചുകൂടി നിയമബദ്ധമാക്കാൻ പറ്റുന്നത്, അതായത് കൃത്യമായിട്ട് ICകൾ ഉണ്ടാവുകയും അതിൽ പരാതികൾ എത്തുകയും സ്ത്രീകൾക്കും മറ്റ് പാർശ്വസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടാവുക, അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഗവൺമെൻറ് ഒരു മോണിറ്ററിങ് കപ്പാസിറ്റിയിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അത് വളരെ ഓപ്പണായിട്ടും കൃത്യമായിട്ട് അത് ചെയ്യാമെന്നുള്ള ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പല IC, അതായത് മറ്റുള്ള ഇൻഡസ്ട്രീസിലുള്ള ICകളൊക്കെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഡയറക്റ്റ്ലി ഇത്തരം സെക്ഷൽ ഹാരസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുമോ, അതായത് ഇപ്പോൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റും വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുള്ളവരുടെ ഒക്കെ പ്രശ്നം തന്നെ അവർക്ക് പുറകോട്ട് പോയി എവിഡൻസസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ല. അപ്പോൾ ഈ റിസോഴ്സസ് ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും കൂടി ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പറയാൻ ശ്രമിക്കുന്നത്. അതായത് നിലവിലുള്ള മൊഴികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഒരു പരിശോധനയും അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തെളിവുകളൊക്കെ നിങ്ങൾ കൊണ്ടുവരണമെന്ന നിലപാട് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമത്, സാധാരണ ഒരു കേസ് പോലെ ഈ മൊഴി നൽകുന്നവരെ അല്ലെങ്കിൽ പരാതിക്കാരെ നിരന്തരം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവരെ സമീപിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുക, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ പുറത്തുവിടുക പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ഒരു ജാഗ്രത പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ വേണം എന്നതും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ചും നമ്മളുടെ സിസ്റ്റത്തിന് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം ഇപ്പം മീറ്റു പോലെയുള്ള കേസുകൾ, മീറ്റു ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരിക്കലും ഒരു കേസിന് പോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് അവർക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് തന്നെ യാതൊരു പരിഹാരവും കിട്ടാത്തപ്പോഴാണ് മീറ്റു എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ ആ മീറ്റു എന്ന് പറയുന്ന ആ കാര്യം സംഭവിക്കുന്നതിനെ അതിൻ്റേതായ വിലയിൽ, അതിൻ്റേതായ മൂല്യത്തിൽ കാണണം എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഒരു കാര്യം. കാരണം അതിന് പിന്നീട് ഇവിടെ തെളിവുകൾ ഈ പറയുന്ന ആൾ തന്നെ സംഘടിപ്പിച്ച് വീണ്ടും ഒരു കേസിലേക്ക് പോവുക എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കാത്ത കാര്യമാണ്. അപ്പോൾ ആ ഉദ്ദേശിക്കാത്ത കാര്യത്തിന് അങ്ങനെ തന്നെ വിടുക എന്നുള്ളത് കുറച്ച് ജെൻഡർ ലെൻസിലൂടെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ് നമ്മൾ സർക്കാരിനെ കുറച്ചുകൂടി കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ ശ്രമിച്ചത്.
തീർച്ചയായും ഇതിൽ ദീദി ദാമോദരനും ആശാച്ചിയും പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ആശങ്ക WCC സംബന്ധിച്ചിടത്തോളം സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ പരാതിക്കാരുമായി പോലീസ് ഇടപെടുന്ന രീതി അല്ലെങ്കിൽ തെളിവുകൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിവുകളൊക്കെ പരാതിക്കാർ കൊണ്ടുവരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. അത് ഇവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ. കാരണം നേരത്തെ ഈ കമ്മിറ്റിക്ക് മുന്നിൽ ഇവരൊക്കെ മൊഴി നൽകിയത് ചില ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഇവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല എന്ന് മാത്രമല്ല അതിലേക്കുള്ള സൂചകങ്ങൾ പോലും പുറത്തു വരില്ല എന്ന ഉറപ്പാണ്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ മൊഴി അത് പോലീസിൻ്റെ കൈകളിലെത്തുമ്പോൾ അത് വീണ്ടും അത് ഏതെങ്കിലും തരത്തിൽ അത് പുറത്തേക്ക് വരുമോ, ഇവരെ തിരിച്ചറിയപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും തെളിവുകൾ സൂചനകൾ പുറത്തേക്ക് വരുമോ എന്ന ആശങ്കയാണ്. അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുമ്പോൾ വലിയ ജാഗ്രത സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിച്ചത്. മറ്റ് പ്രധാന നിർദ്ദേശങ്ങളടങ്ങുന്ന അത് രേഖാമൂലം എഴുതി തയ്യാറാക്കിയ കടലാസുകളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എല്ലാം കൃത്യമായി പരിഗണിക്കാം, സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന ഉറപ്പാണ് ഇന്ന് ഈ WCCയുടെ പ്രതിനിധികൾക്ക് നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.